വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനൊരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 8 പച്ചമുളക് വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൗഡറുകളാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ 500 ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാല ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. അപ്പോൾ തേങ്ങയുടെ 2ാം പാലിലാണ് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1ാം പാൽ മാറ്റി വെച്ച് 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ്. അപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടാലും മതി, പക്ഷേ കുറച്ചും കൂടി കട്ടി കിട്ടുക നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ഉടച്ചെടുത്ത് ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതിനാണ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്ത് ഉടച്ച് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 വേവിലാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് എത്രത്തോളം കറി വേണമെന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കാഷ്നട്ട് പേസ്റ്റാണ്. 10 കാഷ്നട്ട് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാഷ്നട്ട് പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ 1ാം പാൽ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ 1ാം പാൽ അധികം തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് തിളം വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് തീ ഓഫ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം തിളപ്പിച്ചെടുക്കരുത്. ഒരു തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അധികം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തിള വന്നപ്പോഴത്തേക്കും തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷവും പിന്നെ കുറച്ചും കൂടി ഒന്ന് തിള വരും. നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു തിളയും കൂടി ഉണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറവ് ഇട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ കറിക്ക് ഇങ്ങനെ ഒരു വറവിട്ടെടുക്കൽ ഓപ്ഷണലാണ്. എന്നാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പച്ചമുളകും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമേ നമ്മൾ ഇതിൽ എരിവിനായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊപ്പവും അതേപോലെ തന്നെ ഗീ റൈസ് അതേപോലെ തന്നെ നെയ്സ് പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പിനേഷനുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പിനൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരേപോലെ കറി വെക്കുന്നതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഒരു കുറുമായിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.